എത്ര മണിക്കൂറിനുള്ള റിസൾട്ട് കിട്ടി? അത് പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു 24 മണിക്കൂറിനുള്ള റിസൾട്ട് വരും. പിന്നെ നമുക്ക് ഒരു തവണ ശരിയായില്ലെങ്കിൽ ഒരു തവണയും കൂടെ റീടേക്ക് ചെയ്യാനുള്ളത് സെയിം പൈസക്ക്. പിന്നെ ആ 2 എണ്ണത്തിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ അഡീഷണൽ പൈസ കൊടുക്കണം. സെയിം എമൗണ്ട് തന്നെ പൈസ. അപ്പൊ ഇവർക്ക് 100 ഇത് നമുക്ക്. പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണണം. നമ്മൾ ചില സമയത്ത് നമുക്ക് കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ഇൻവാലിഡ് ആയിട്ട് ക്വാളിഫൈഡ് അല്ല എന്നുള്ളതിൽ കാണിക്കും. അപ്പൊ ഏറ്റവും സേഫ് ലാപ്ടോപ്പിൽ തന്നെ ചെയ്യുന്ന. അതെ, അങ്ങനെ സബിതയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു കോള് വന്നപ്പം അപ്പൊ അവർക്ക് അങ്ങനെ ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. മനസ്സിലായി. അപ്പൊ പിന്നെ പൈസ കൊടുക്കണ്ടോന്നല്ലേ? അപ്പൊ നിങ്ങള് സ്റ്റുഡൻസ് അത് ദയവായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സബിത 3:30 വരുമെന്നല്ലേ പറഞ്ഞത്? 3:15 വിളിച്ചിട്ടുണ്ട്. അതാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്ഥലം പറഞ്ഞു കൊടുക്കാം. കൂട്ടി ഏതാ എഴുതിയത്? എളുപ്പമായിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ അതിനു വേണ്ടി ചെയ്തായിരുന്നോ? അതിൽ തന്നെ കുറെ നമുക്ക് ടാസ്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഡുലിംഗോന്റെ ട്രയൽ ടെസ്റ്റ് പോലെ ട്രയൽ പോലെ ഉണ്ട്. അത് തന്നെ പ്രിപ്പയർ ചെയ്ത ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ അറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞു പോവാ അതന്നെ. പക്ഷെ ഭയങ്കര റെക്കോർഡഡ് ആണ്. ഭയങ്കര ഇതായിട്ട് ഒരു നമ്മുടെ ക്യാമറ എപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. പിന്നെ അതിന്റെ കുറെ മെത്തേഡ്സ് ഭയങ്കര സിമ്പിളാണ്. സിമ്പിളല്ല, അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഡുലിംഗോ ഇംഗ്ലീഷ് ടെസ്റ്റ്. പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട്. അപ്പോൾ വിറ്റോട്ടസ് മാഗ്നസ് യൂണിവേഴ്സിറ്റിയിൽ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനും പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് ദയവായിട്ട് ശ്രദ്ധിക്കുക. IELTS ഒക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. പക്ഷേ IELTSന് പകരം ഡുഓലിംഗോ ഉണ്ട്. ഡുഓലിംഗോ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോഴേ നമുക്ക് ഇടണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇവിടെ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഇത്തവണ VFSൽ പോയ സമയത്ത് അവിടെ പൈസ എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നായിരുന്നോ? ഇത്തവണയല്ല, നമ്മൾ ഫസ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയില്ലേ, ആ സമയത്ത് ഒരു 8,000 അടുത്ത് പേ ചെയ്യണം. പിന്നെ പോകുന്നതിന് മുന്നേ നമ്മൾ ഓൺലൈനായിട്ട് ഒരു 8,000 പേ ചെയ്തിട്ടുണ്ട്. അത് മൊത്തം VFSൽ അടച്ചത് 16 സംതിങ് 16. പിന്നെ നമ്മളത് കളക്ട് ചെയ്യുമ്പോൾ ആ റെസിപ്റ്റ് ആയിട്ട് പോയാൽ മതി. പിന്നെ പാസ്പോർട്ട്, അത് രണ്ടും ഉണ്ടെങ്കിൽ. അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകളുടെ ഒക്കെ ഇപ്പോഴത്തെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്? അത് വെച്ചാല് ആനന്ദിന് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരുമിച്ചായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം അവൻ്റെത് മാത്രം, അതായത് മൈഗ്രേഷൻ പ്രൊസീഡ് ചെയ്തെന്ന് മെയിൽ വന്ന് നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ VFS മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. അതായത് ഇന്ന് നിങ്ങൾ പോയി ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തു, VFSൽ പോയി നമ്മളുടെ തമ്പ് ഇംപ്രഷനും ഡോക്യുമെന്റ് ഒക്കെ വെരിഫിക്കേഷന് കൊടുത്തു. എത്ര ദിവസത്തിനുള്ള ഇന്റർവ്യൂ വന്നത് മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ? എനിക്ക് ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു മാസം. ഞാൻ ജൂലൈ 31 ഞാൻ VFSൽ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അതായത് എനിക്ക് ഇന്റർവ്യൂ വരുന്നത് സെപ്റ്റംബർ 4 ആ ഒരു സമയം. ഓക്കെ, അങ്ങനെയാ വന്നത്. അപ്പോൾ ഒരു മാസം സമയം എടുത്തു. വർക്കിംഗ് ഡേയ്സ് കൂട്ടുമ്പോൾ അപ്പോൾ ഒരു മാസം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഒരു മാസത്തോളം എടുത്ത് ഇന്റർവ്യൂ കിട്ടാൻ തന്നെ. ഓക്കെ, ഒരു മാസത്തോളം ഇന്റർവ്യൂ കഴിഞ്ഞു. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷമാണ് റിസൾട്ട് അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു വന്നത്? എനിക്ക് വന്നത് ഒരു ഒക്ടോബർ പകുതി ആവുമ്പോഴാണ് ഡിസിഷൻ വരുന്നത്. പിന്നെ ഒക്ടോബർ ഫസ്റ്റ് തുടക്കത്തിൽ വന്നിട്ടുണ്ട് ഡിസിഷൻ വന്നു. അത് കഴിഞ്ഞ് ഒക്ടോബർ ലാസ്റ്റില് ഇങ്ങനെ TRP ഇങ്ങനെ പ്രൊസീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് കളക്ട് ചെയ്യാൻ. അപ്പൊ എത്ര ദിവസത്തിന് ശേഷം റിസൾട്ട് വന്നത്? ഏകദേശം ഒരു 20 ദിവസം വർക്കിംഗ് ഡേയ്സ് വീണ്ടും എടുത്തു. അത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വന്നു ഡിസിഷൻ. കാര്യം അവസാനം ആയതുകൊണ്ട് അവർ മാക്സിമം ഫാസ്റ്റ് ആക്കി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആനന്ദിന്റെ കേസിൽ അതൊക്കെ തന്നെയാ. എനിക്ക് കുറച്ചും കൂടെ ലാഗായിട്ടുണ്ട്. അതായത് സബ്മിഷൻ VFSൽ ഫസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എത്ര ദിവസത്തിനുള്ള ഇന്റർവ്യൂ വന്നേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തിന്റെ അടുത്ത് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡിസിഷൻ വരാനും ഒരു 1 മന്ത് ടൈം എടുത്തിട്ടുണ്ട് ഡിസിഷൻ വരാൻ. പിന്നെ ഡിസിഷൻ വന്നിട്ട് കാർഡ് കളക്ട് ചെയ്യേണ്ട മെയിൽ വന്നത് കുറച്ച് ലാഗായിട്ടുണ്ട്. അവിടെയാണ് മിസ്റ്റേക്ക്. അവിടെ കാർഡ് എത്തിയിട്ട് അവരത് ഇൻഫോം ചെയ്യാണ്ട് നിന്നു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം.